നസ്രാണി വർഗം, ഈ നസ്രാണി ജാതി എന്നുള്ള അത് എന്തുകൊണ്ടോ അതിനകത്ത് വലിയൊരു ശിഥിലീകരണം വന്നുപോയി. നമ്മളൊറ്റ കൂട്ടായ്മയായിരുന്നു, ഒരു ജാതിയായിരുന്നു, ഒരു സമുദായമായിരുന്നു, ഒരൊറ്റ രാഷ്ട്രീയമേ നമുക്കുണ്ടായിരുന്നുള്ളൂ, ഒരൊറ്റ ദേശമേ നമുക്കുണ്ടായിരുന്നുള്ളൂ ഇന്ത്യ. നമ്മളതിനപ്പുറത്തോട്ട് വേറൊരു രാജ്യവും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇവിടെ വരുന്ന മെത്രാന്മാര് ഈ ഇന്ത്യ മുഴുവന്റെയും മെത്രാനായി, ഇന്ത്യ മുഴുവനും പോയി രൂപതകൾ സ്ഥാപിച്ച് അതിലെല്ലാം യാത്ര ചെയ്യുന്നതുകൊണ്ടല്ല, ഇന്ത്യ എന്ന രാജ്യത്തിന്റെ മുഴുവൻ 10 കുടുംബങ്ങളുള്ളതിലും അത് ഇന്ത്യയിലാണ്. അതുകൊണ്ട് ഇന്ത്യ മുഴുവന്റെയും മെത്രാനാണ്. അങ്ങനെയുള്ള വലിയ കീർത്തികള് നേടിയെടുക്കുകയും ജനങ്ങളും മറ്റ് സമുദായക്കാരും കൊടുക്കുകയും ചെയ്തിരുന്നു. ആ സാഹചര്യത്തിൽ നമുക്ക് വിദേശികള് കച്ചവടക്കാരായിട്ട് വന്നു. കച്ചവടത്തിന് വന്നവര് ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ കണ്ടപ്പോൾ ക്രമേണ അത് കയറി പിടിക്കാൻ തുടങ്ങി. അവരൊന്ന് വ്യവസായം നടത്തി കാശുണ്ടാക്കി. നമ്മുടെ ആളുകൾക്കും താല്പര്യമായിരുന്നു, കാരണം നമ്മുടെ ആളുകൾക്ക് പണം കിട്ടും, നമ്മുടെ ഉൽപ്പന്നങ്ങളൊക്കെ അവർ കൂടുതൽ വില കൊടുത്ത് മേടിക്കാൻ തുടങ്ങി. പക്ഷേ അതിന് പുറമെ അവര് നമ്മളുടെ ആചാരമര്യാദകള് മനസ്സിലാക്കി അവരുടെ സിസ്റ്റം ലത്തീൻ ക്രമത്തിൽപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ സ്ഥാപിക്കണമെന്നുള്ള വാശി അവർക്ക് വന്നു. വ്യാപാരികൾ കൂടുതൽ മിഷണറിമാരെ ഇവിടെ കൊണ്ടുവന്നു. അങ്ങനെ നമുക്ക് വലിയ ലാറ്റിനൈസേഷൻ നടന്നു. 1999 ഡയംബർ സിനഡിന്റെ കാര്യം നമുക്കറിയാം. അവിടെ വെച്ച് നമ്മളുടെ ഒരുപാട് വിശിഷ്ടമായ മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തി, നമ്മുടെ പുസ്തകങ്ങള് കത്തിച്ചു കളഞ്ഞു, നമ്മുടെ വൈദികരെ മർദ്ദിച്ചു, പള്ളികളുടെ എല്ലാം പേരുകള് നമ്മളുടെ സുറിയാനി വിശുദ്ധന്മാരുടെ പേരുകളെല്ലാം എടുത്തു മാറ്റി. അങ്ങനെ വളരെ റാഡിക്കലായിട്ടുള്ള കാര്യം നടന്നു. പിന്നീട് ഉടനെ തന്നെ അടുത്ത നൂറ്റാണ്ടിൽ കയറിയപ്പോൾ കുനൻകുരിശ് സത്യത്തിലേക്ക് വന്നു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുനൻകുരിശ് സത്യത്തിൽ വന്നപ്പോഴും നമ്മൾ പിരിയാൻ വേണ്ടി അവിടെ വന്നതല്ല. അവിടെ നമ്മൾ പറഞ്ഞിരുന്ന ഏക കാര്യം, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, ഞങ്ങളുടെ നസ്രാണികൾക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പരിശീലനം കിട്ടിയ അച്ഛന്മാർ വേണം, ഞങ്ങളുടെ മെത്രാന്മാർ വേണം. അതാണ് ജാതിയുടെ കാര്യം. ജാതിയിൽ നിന്ന് വരുന്നവൻ നോക്കട്ടെ, എന്തിനാണ് വിദേശികൾ നോക്കുന്നത്? ജാതിക്ക് കർത്തവ്യൻ, അതിന്റെ തലവൻ ഈ ജാതിയിൽ നിന്ന് വേണം. ഞങ്ങളുടെ ജാതി ഈ നസ്രാണി സമൂഹമാണ്. അതുകൊണ്ട് ഈ ജാതിയിൽ നിന്ന് ഞങ്ങൾക്ക് മെത്രാന്മാർ വേണം, വൈദികർക്ക് ശ്രീയാനി പഠിച്ച പരിശീലനം വേണം. അങ്ങനെയുള്ള ആ ഒരു കാര്യത്തിന്റെ ദൃഢനിശ്ചയമാണ് ഈ കുനൻകുരിശ് സത്യം, ബെൻഡ് ടു ക്രോസ് ഓത്ത് എന്ന് പറയുന്നത്. പക്ഷെ അവിടെ നിർഭാഗ്യവശാൽ അത് നമുക്ക് പിന്നീടുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മളെ അത് ചിതറിച്ചു കളഞ്ഞു. അവിടെ വെച്ച് പറഞ്ഞാൽ ആ ദിവസമല്ലെങ്കിലും അതിനോട് തുടർന്നുള്ള വർഷങ്ങളില് നമ്മുടെ ഈ നസ്രാണി സമൂഹം രണ്ടായിട്ട് പിളർന്നു.